ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് സമയമില്ല, അതുകൊണ്ട് വേഗം തന്നെ തുടങ്ങാം. നമ്മൾ അനിമൽ ഫാമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയും പ്ലോട്ട് സമ്മറി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ക്യാരക്ടേഴ്സൊക്കെ ഫെമിലറൈസ്ഡ് ആയിട്ടുണ്ടാവും, ഈവൻസും ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതിൻ്റെ മേജർ തീംസ് എല്ലാം നമുക്ക് ആ സമ്മറി പഠിക്കുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവുന്നതാണ് എന്തിനെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്, എന്തൊക്കെ വിഷയങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നോട്ടഡ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്തൊക്കെയാണ്, ഇതിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ആൻറ്റഗോണിസ്റ്റ് ആരാണ്, പ്രൊട്ടഗോണിസ്റ്റ് ആരാണ്, പിന്നെ അതിലെ മേജർ മോട്ടീവ്സ്, തീംസ് ഒക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അലഗോറീസും സിമ്പിൾസും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്കിനി ക്യാരക്ടേഴ്സിലേക്ക് പോവാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ നെപ്പോളിയൻ്റെ ക്യാരക്ടറാണ്. ഹി ഈസ് ദ ആൻറ്റഗോണിസ്റ്റ് ഓഫ് ദ നോവൽ, എ പിഗ് ഹൂ ഈസ് വൺ ഓഫ് ദ ഓൾഡ് മേജേഴ്സ് ഡിസൈപ്പിൾസ് along with Snowball. Napoleon and Snowball work together to develop the ideology of animalism. Animalism നമ്മൾ yes sir, yeah excuse me sir, yeah പറഞ്ഞോളൂ sir, slide കാണുന്നില്ല. ഓക്കെ, ഒരു സെക്കൻഡ്. പ്രൊജക്ട് ചെയ്തില്ല, കാണുന്നില്ലേ? Yes sir, കാണുന്നുണ്ട്. He maintains his rule by whereas Snowball is relatively idealistic and wants to help others, Napoleon soon proves himself cruel and power hungry. രണ്ട് മേജർ പവർ ബ്ലോക്സ് ആണ് ക്യാരക്ടർ വൈസിൽ ഇതിൽ ഈ നോവലിലുള്ളത്. ഒന്ന് നെപ്പോളിയനും മറ്റത് സ്നോബോളുമാണ്. ഓൾഡ് മേജറിൻ്റെ രണ്ട് ഡിസൈപ്പിൾസ് ആണ്. അതായത് ഓൾഡ് മേജർ മരിച്ചു കഴിയുമ്പോൾ അടുത്ത പവർ ട്രാൻസ്ഫർ നടക്കുന്ന ഇവരിലേതിലും ഒരാളിലേക്കാണ്. അതിൽ നെപ്പോളിയൻ ആണ് ശരിക്കും വിൻ ചെയ്യുന്നതും പവർ അക്വയർ ചെയ്യുന്നതും. സോ നെപ്പോളിയൻ ടേൺസ് ഔട്ട് ടു ബി someone who is very cruel and power hungry. He maintains his rule by demanding unwavering loyalty and trust from his subjects through intimidation and the spread of misinformation through propaganda. നമ്മൾ ത്രൂ ഔട്ട് കാണുന്നതാണ് എങ്ങനെയാണ് നെപ്പോളിയൻ ആനിമൽ ഫാം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ എങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നു, ഒരു ടോട്ടാലിറ്റേറിയൻ സ്ട്രക്ചറായിട്ട് എങ്ങനെ അത് മാറ്റുന്നു എന്നൊക്കെ നമ്മൾ കാണുന്നതാണ്. By the end of the novel, Napoleon is undistinguishable from the humans he has denounced alone. He is fat, powerful, and begins to walk on two legs, wear clothes and carry a whip. അതായത് ഹ്യൂമൻ ബീങ്സ് എങ്ങനെയായിരുന്നു, ഫാം എങ്ങനെയായിരുന്നു വെൻ ഇറ്റ് വാസ് റൂൾഡ് ബൈ മിസ്റ്റർ ജോൺസ്, ആ ഒരു ലെവലിലേക്ക് തന്നെ ഓൾമോസ്റ്റ് എല്ലാം മാറി എത്തുകയാണ്. നെപ്പോളിയൻ ഹിംസെൽഫ് ബിക്കംസ് എ ഡിക്റ്റേറ്റർ and he behaves like a human being and he considers all other animals as his subjects, slaves, and he always asks for, or he demands for servitude, അല്ലെങ്കിൽ he demands for and obedience from all other animals. By the end, he ultimately changes Animal Farm's name back to Manor Farm in a bid to make it seem more palpable for the farmers. അതായത് ഒരു ക്യാപിറ്റലിസ്റ്റിക് എൻഡവറിലേക്ക് ഫാം ടോട്ടലായിട്ട് മാറുവാണ്. He does business with others, Mr. Pilkington and others, and it's almost kind of a old structure being recreated with the power blocks exchanged with animals. Napoleon symbolizes Stalin, who leads. ഹലോ സർ, Yes. ക്ലിയർ ആവുന്നില്ല പറയുന്നത്. ഒച്ച കുറവാണോ, ക്ലിയർ ആവുന്നില്ല. ഒച്ച കുറവാണോ അതോ കേൾക്കാൻ പറ്റുന്നില്ലേ? അല്ല, ഒരു ക്ലാരിറ്റി കുറവാ. സെക്കൻഡ്. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes. യെസ്. Okay. He ultimately changes Animal Farm's name back to Manor Farm in a bid to make it seem more palpable to the farmers. Napoleon symbolizes Stalin, who led the Soviet Union from 1930 until his death in 1953. സോ ബേസിക്കലി നമുക്കറിയാം ഒരു ആൻറ്റി സോവിയറ്റ് USSR നോവലാണിത്. അപ്പോൾ ഇതിലെ നെപ്പോളിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ റെപ്രസെൻറ്റ്സ് സ്റ്റാലിൻ ഹിംസെൽഫ്, ഹു റൂൾഡ് ഫോർ ദ മോസ്റ്റ് പാർട്ട് ഓഫ് USSR's rule, like 30 to 53. He was the major ruler. Coming to Snowball is actually a representative of Leo Trotsky. He was second in position after Stalin.
അതായത് ലെനിന് ശേഷം വരുന്ന 2 പവർ ബ്ലോക്സിലൊന്ന് ട്രോട്സ്കി ആയിരുന്നു. അറ്റ് ഫസ്റ്റ് എ ഫ്രണ്ട് ആൻഡ് കമ്പാനിയൻ ഓഫ് നെപ്പോളിയൻസ്, അതായത് ഡ്യൂറിംഗ് ദ റെവല്യൂഷൻ. സ്നോബോൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് ദ മാക്സിം 4 legs ഗുഡ് 2 legs ബാഡ്. ഈ മാക്സിം ക്രിയേറ്റ് ചെയ്യുന്നത് ശരിക്കും സ്നോബോൾ ആണ്. അതുപോലെ തന്നെ സ്നോബോൾ ആണ് അതിലെ ഏറ്റവും ഇന്റലക്ച്വൽ സെന്റർ എന്നൊക്കെ പറയുന്ന ഒരു തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയുന്നത് ശരിക്കും സ്നോബോൾ ആണ്. ഹി ഈസ് ദ ബ്രെയിൻ ബിഹൈൻഡ് ദിസ് ആഫ്റ്റർ ഓൾ ദ മേജർ. ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു റൂളർ എന്ന രീതിയിൽ ശരിക്കും നെപ്പോളിയൻ മൈറ്റ് ബി മോർ പവർഫുൾ. പക്ഷേ ഐഡിയോളജിക്കലി നോക്കുവാണെങ്കിൽ സ്നോബോൾ ആണ് ബ്രില്യൻറ്റ്. സ്നോബോൾ ഈസ് സംവാട്ട് ഓഫ് ആൻ ഐഡിയലിസ്റ്റിക് ഇൻഡിവിജ്വൽ. സ്നോബോൾ കൂടുതൽ ഐഡിയലിസ്റ്റിക് ആണ്. ഹി ഹാസ് ദിസ് ഡ്രീം ലൈക്ക്, അതായത് ഇക്വാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ട് സമീപിക്കുന്ന ഒരാളാണ് സ്നോബോൾ. ഇക്വാലിറ്റി പെർസിസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സ്നോബോൾ. പക്ഷേ നെപ്പോളിയൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഹി ഈസ് മോർ പ്രാക്ടിക്കൽ. ഹി പ്രപ്പോസസ് ദാറ്റ് ദ ഫാം ആനിമൽസ് ബിൽറ്റ് എ wind mill in order to generate electricity, which he suggests will ultimately lead to 3-day work week. അതായത് ആദ്യം സ്നോബോൾ ആണ് ഈ വിൻഡ് മിൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രപ്പോസ് ചെയ്യുന്നത്. അതിന്റെ പുറകിലുള്ള ഇന്റൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം വർക്ക് ലോഡ് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് പിന്നീട് അദ്ദേഹത്തിന് തന്നെ ബാനിഷ് ചെയ്യുന്നതിലേക്ക് അത് നയിക്കുന്നുണ്ട്. ഹി ഓൾസോ കംസ് അപ്പ് വിത്ത് എ വെറൈറ്റി ഓഫ് അതർ സ്കീംസ് ആൻഡ് ഗ്രൂപ്പ്സ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ദ ആനിമൽസ് ലൈഫ്സ് ആൻഡ് എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ്. അതായത് പൊളിറ്റിക്കലി ബേസിക്കലി സോഷ്യൽ വെൽഫെയറിന് വേണ്ടി, അനിമൽസിന്റെ സോഷ്യൽ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള സ്കീംസ് ഒക്കെയാണ്, വളരെ വെൽഫെയർ ഓറിയന്റഡ് ആയിട്ടുള്ള സ്കീംസ് ഒക്കെയാണ് സ്നോബോൾ മുമ്പോട്ട് വയ്ക്കുന്നത്. പക്ഷെ അതൊന്നും പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്നോബോളിന് കഴിയുന്നില്ല. സ്നോബോൾ ഡിസപ്പിയേഴ്സ് ആസ് എ ക്യാരക്ടർ, ബട്ട് നെപ്പോളിയൻ കണ്ടിന്യൂസ് ടു ഇൻവോക്ക് സ്നോബോൾ ആസ് എ നീഫിയർ ഫിഗർ ഹു കൺസ്പയർസ് അഗെയിൻസ്റ്റ്. അതായത് സ്നോബോളിനെ നമ്മൾ പകുതിക്ക് മുമ്പ് തന്നെ നോവലിൽ ഡിസപ്പിയർ ആയിട്ട് കാണുന്നത്. പക്ഷെ സ്നോബോളിന്റെ ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ പ്രസൻസ് ഓൾവേസ് ഈസ് ദെയർ ഇൻ ദ എയർ ആസ് റൂമേഴ്സ്. എന്തൊക്കെ റീസൺ വന്നാലും, എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ദാറ്റ് all problems are actually finally driven back to Snowball and will all be attributed to Snowball. Snowball symbolizes Trotsky, a rival of Stalin, exiled from Russia and assassinated on Stalin's order in Mexico in 1940. So coming to Boxer, another important character on Boxer. Boxer, ഞാൻ സമ്മറി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, he's a representative of the working class, a huge gentle earth horse ആണ് കേട്ടോ, cart horse ആണ്. Boxer isn't especially intelligent. He only learns the first 4 letters of the alphabet. All the major speech and the equality expressed in the in the 7 commandments appeals to his generous nature. അതായത് അതിൽ ഏറ്റവും വർക്കിംഗ് ക്ലാസിന്റെ ഐഡിയൽ റെപ്രസെൻറ്റേറ്റീവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോക്സറാണ്. ഹി വർക്ക്സ് വെരി ഹാർഡ് ആൻഡ് ഹി ഈസ് വെരി ജെന്യൂൻ ഫോർ ദ കോസ്. അതുകൊണ്ട് തന്നെ ഹി ഈസ് നോട്ട് മച്ച് ക്രിട്ടിക്കൽ. അത് ഇന്റലിജന്റ് അല്ല എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ അത്ര ക്രിട്ടിക്കലും അല്ല. അതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ പുറകിൽ, ഐ മീൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസിനെ റീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് ബോക്സറിനില്ല. പക്ഷെ ബോക്സർ വളരെ ജെന്യൂൻലി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബോക്സർ becomes of Napoleon, one of Napoleon and Snowball's biggest disciple as they attempt to spread the idea of animalism to others. So animalismത്തിന്റെ ഒരു മേജർ പ്രൊപ്പോണന്റ് ആയിട്ട് ബോക്സർ മാറുവാണ്. And Boxer has a kind of an influence among other animals. So Snowballum Napoleon makes use of that influence. Boxer is capable of making simple, easy to understand arguments to his peers. അതായത് ഐഡിയോളജീസിനെ വളരെ സിമ്പിൾ ആയിട്ട് കൺവേ ചെയ്യാനുള്ള ഒരു കഴിവ് ബോക്സറിനുണ്ട്. ബോക്സർ ഈസ് ബേസിക്കലി വൺ among the general people, the laymen, ordinary people. So he has that quality to convey these ideas to the grassroots. On that final point, Boxer is right. His labor is what makes it so that he ആ ഒരു സെൻറ്റൻസ് ഇല്ല കേട്ടോ, എനിക്ക് മാറിപ്പോയാണ്. Boxer becomes one of the most valuable member of the animal farm. Boxer adopts 2 personal mottos. I will work harder and Napoleon is always right. ഈ 2 സ്റ്റേറ്റ്മെന്റും ബോക്സറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. If it happens to appear in questions, you have to remember like I will work harder, Napoleon is always right. അത് അയാളുടെ 100% സെർവിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്, 100% ഒബീഡിയൻസിനെയാണ് കാണിക്കുന്നത്. Boxer sacrifices himself to the cause at the expense of everything, including his health, his intellect, and his possibility for advancement. Boxer represents the male working class and peasants of the Soviet Union. അടുത്തത് ബെഞ്ചമിൻ ആണ്. എ ജാഡ് ഡോങ്കി വിത്ത് എ skeptical view that life will always be difficult and painful. He is surprised when the pig corrupts the revolution and transforms Animal Farm into a totalitarian state. ഇതിൽ skeptical ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബെഞ്ചമിൻ ആണ്.
ഒരു ഡോങ്കിയാണ് ബെഞ്ചമിൻ. ഭയങ്കര പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഹി ഓൾസോ കൺസിസ്റ്റന്റ്ലി റെഫ്യൂസസ് ടു എക്സ്പ്ലെയിൻ വാട്ട്സ് ഗോയിങ് ഓൺ to his friends, as when he refuses to read the Soviet Seven Commandments to Clover, and alone understands what he is seeing when the animals find squalor and pain next to the broken ladder and Seven Commandments. He feels when Napoleon betrays Boxer and sends him to the glue factory, though Benjamin does speak up and tell the doesn't what's going on. It is too late to serve Boxer. Benjamin represents those who were aware of Stalin's unjust and oppressive policies, but did nothing to try to stop him. അതായത് ബെഞ്ചമിൻ ഒരു പാസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത്. ബെഞ്ചമിൻ നോസ് എവറിത്തിങ്. ബെഞ്ചമിൻ ഇന്റലിജന്റ് ആണ്, പക്ഷെ ബെഞ്ചമിൻ നോസ് എവറിത്തിങ് വാട്ട് ഈസ് ഹാപ്പനിങ്. അതായത് കമാൻഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ, സ്കില്ലർ വന്ന് ഓരോ ദിവസവും കമാൻഡ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ബെഞ്ചമിൻ അറിയാം ആക്ച്വലി ഇത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബോക്സറിനെ ശരിക്കും ബുച്ചർ ഹൗസിലേക്ക് അയക്കുമ്പോഴും ബെഞ്ചമിൻ ഈസ് മോർ സെൻസിബിൾ, ഹീ ഈസ് മോർ റാഷണൽ, ഹീ ഗെറ്റ്സ് തിങ്സ് ഹാപ്പനിങ് അറൌണ്ട് ഹിം. ബട്ട് പുള്ളിക്ക് പേടിയാണ്, പുള്ളി പറയുന്നില്ല, ഒന്നിനെക്കുറിച്ചും ആരോടും പറയുന്നില്ല എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. അതുകൊണ്ടാണ് പുള്ളി പാസീവായിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറുന്നത്. അടുത്തത് സ്ക്വീലറാണ്. സ്ക്വീലർ എ ഫാറ്റ് പിഗ് ഹു വാസ് എ സ്കിൽഡ് ഒറേറ്റർ ആണ്. സ്ക്വീലർ ശരിക്കും ഇതിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊപ്പഗാൻഡിസ്റ്റ് ആണ് സ്ക്വീലർ. അതുപോലെ തന്നെ ഒരു നല്ല അഡ്വൈസറിയാണ്. നെപ്പോളിയന്റെ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസറിയാണ്. Squealer works closely with Snowball and Napoleon at first, and later with Napoleon. Squealer is purportedly able to convince animals of anything, and he is very effective in his job. He is effective because of the way he is able to manipulate language. He benefits from Napoleon's rule. At the end of the novel, Squealer learns to walk on two legs and teaches the sheep the new maxim, 4 legs good, 2 legs better. Squealer represents the Soviet press, which is Stalin controlled through his rule. So, fundamentally, Squealer represent ചെയ്യുന്നത് സോവിയറ്റ് യൂണിയനിലെ പ്രസ്സിനെയാണ്. ആ സമയത്തെ മീഡിയ ആൻഡ് പ്രസ്സിനെയാണ് സ്ക്വീലർ റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ക്വീലർ ഒരു അഡ്വൈസറി ടു സ്റ്റാലിൻ അല്ല, നെപ്പോളിയൻ ആണ്. സ്ക്വീലർ ഹാസ് എ വെരി ഗുഡ് ക്വാളിറ്റി ഓഫ് ഒറേറ്ററി. ഈസ് എ വെരി ഗുഡ് ഒറേറ്റർ. അതായത് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ വളരെ നല്ലൊരു ഡിപ്ലോമാറ്റ് ആണ്. വളരെ നല്ല ഇൻ ദ സെൻസ് ഹി ഈസ് സ്കിൽഡ് ഇൻ ഡിപ്ലോമസി, ബട്ട് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ക്വസ്റ്റ്യൻ വെദർ ഹി യൂസസ് ഇറ്റ് ഫോർ ഗുഡ് ഓർ ബാഡ്. അടുത്ത ഓൾഡ് മേജർ ആണ്. നമുക്കറിയാം ബിഗിനിങ് ഓഫ് ദ നോവലിലാണ് നമ്മൾ ഓൾഡ് മേജറിനെ കാണുന്നത്. ഹീസ് എ റെവേർഡ് ഓൾഡ് ബോർ ആണ്. ഗ്യാദേഴ്സ് ആനിമൽസ് ടുഗെദർ ടു സ്പീക്ക് ടു ദം അബൌട്ട് വാട്ട് ഈസ് റോങ് വിത്ത് ദെയർ വേൾഡ്. So he is more ideological, philosophical man. He proposes that humanity is their one true enemy, as people profit of what animals produce without producing. അതായത് പുള്ളിയുടെ ഒരു ഐഡിയ അനുസരിച്ച് ഹ്യൂമാനിറ്റി മാത്രമാണ്, ഹ്യൂമൻ ബീങ്സ് മാത്രമാണ് they produce without, they consume without producing. ഓൾഡ് മേജർ സ്പീച്ച് ഫോംസ് ദ ബേസിസ് ഓഫ് ആനിമലിസം. സോ ആനിമലിസം എന്ന് പറയുന്ന ഐഡിയോളജിയുടെ ബേസ് വരുന്നത് ഓൾഡ് മേജറിന്റെ സ്പീച്ചിൽ നിന്നാണ്. അതുപോലെ തന്നെ റെവല്യൂഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഓൾഡ് മേജർ തന്നെയാണ്. ഹി സ്റ്റാൻഡ്സ് ഫോർ ബോത്ത് കാൾ മാർക്സ് ആൻഡ് വ്ളാഡിമിർ ലെനിൻ, ദ ഫാദേഴ്സ് ഓഫ് കമ്മ്യൂണിസം. കാൾ മാർക്സ് ഫിലോസഫിക്കൽ ഫാദർ ആണെങ്കിൽ വ്ളാഡിമിർ ലെനിൻ ആണ് ശരിക്കും ഒരു പൊളിറ്റിക്കൽ ഫാദർ ഓഫ് കമ്മ്യൂണിസം എന്ന് പറയാം, അല്ലെങ്കിൽ മാർക്സിസം എന്ന് പറയാം. സോ ഹി റെപ്രസെന്റ്സ് ദോസ് ടു ഫിഗേഴ്സ്. അടുത്ത ക്ലോവർ ആണ് മേജർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. എ ജെന്റിൽ, മദർലി ആൻഡ് പവർഫുൾ കാർട്ട് ഹൗസ്. She supports the revolution as she naturally takes it upon herself to protect those weaker than she is, and she recognizes this kind of communal spirit accorded in the 7 Commandments. Clover Novum becomes fully literate and only learns the alphabet, and so she is unable to detect changes to the 7 Commandments and buys into everything the pig says. Clover symbolizes the female working class and peasants of this Soviet Union. So she symbolizes the female working class and peasants of the Soviet Union. Clover is also not much intelligent. She doesn't learn much. അതുകൊണ്ട് തന്നെ എഴുതുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായ ധാരണ ക്ലോവറിന് ഉണ്ടായിരുന്നില്ല. കമാൻഡ്മെന്റ്സിൽ വരുന്ന ചേഞ്ചസ് ഒന്നും റിയലൈസ് ചെയ്യാൻ ക്ലോവറിന് പറ്റിയിട്ടില്ല. ക്ലോവർ വാസ് ഓൾസോ വെരി കൈൻഡ് ഹാർട്ടഡ് house character who was actually who was finding who was finding a kind of happiness അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ, hope in the revolution. So Mr. Jones എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടർ, the original owner of Manor Farm, once a strict and fierce master. In the years before the story begins, Mr. Jones became drunk, careless, and ineffective, as well as casually cruel and arrogant.
Though Mr. Jones attempts to take back Animal Farm, his attempt is unsuccessful and none of the other farmers have much genuine sympathy for him. Actually, Jones ഒരു തവണ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് ഫാം റിക്കവർ ചെയ്യാനായിട്ട്. മിസ്റ്റർ ജോൺ സിംബിളൈസസ് റഷ്യൻ സാർ ഇൻ ദി 20th century. അത് അവിടുത്തെ ഭരണകൂടത്തെയാണ് ശരിക്കും, അതായത് പ്രീ റവല്യൂഷണറി പൊളിറ്റിക്കൽ സിസ്റ്റം, ആ മൊണാർക്കിയാണ് ശരിക്കും ജോൺസ് റെപ്രസെന്റ് ചെയ്യുന്നത്. Mr. Pilkington, a gentleman farmer who owns Foxwood, one of the Animal Farm's neighbors. That name is important, Foxwood. Foxwood is large, sprawling, and old-fashioned, and Mr. Pilkington himself spends more time hunting and on leisure activities than he does farming. Mr. Pilkington attends the final card game at Animal Farm and tries to cheat Napoleon. Who tries to cheat Napoleon? Pilkington tries to cheat Napoleon. Mr. Pilkington represents the Allies before വേൾഡ് വാർ ടു. അതായത് റഷ്യയുടെ അല്ലീസിനെയാണ് സൂചിപ്പിക്കുന്നത്. വേൾഡ് വാർ ടുവിന് മുമ്പുള്ള റഷ്യയുടെ അല്ലീസിനെയാണ് ശരിക്കും, അത് ഹിറ്റ്ലറാണ് ബേസിക്കലി വരുന്നത്, പിൽക്കിങ്ടൺ സൂചിപ്പിക്കുന്നത്. ഫ്രെഡറിക്, മിസ്റ്റർ ഫ്രെഡറിക് ആക്ച്വലി ഫ്രെഡറിക് ആണ് കേട്ടോ ജർമ്മനിയെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഹിറ്റ്ലറിനെ സൂചിപ്പിക്കുന്നത്. ഫ്രെഡറിക്, ദ ഓണർ ഓഫ് ദി നെയ്ബറിംഗ് ഫാം ഓഫ് പിഞ്ച്ഫീൽഡ്. He is vicious, cruel, and calculating, and rumors circulate that he is especially horrible to his farm animals. After suffering abuse from Napoleon, Mr. Frederick ultimately purchases timber from. Who purchases timber from Napoleon? It is Frederick who purchases timber from Napoleon, and he, in exchange, gives counterfeits. Days after the attack, Animal Farms, and he also attacks Animal Farm, blows up the windmill. Who is blowing up the windmill? It is Frederick blowing up the windmill. Though he is successful in his endeavor, he disappears from the story after this point. Mr. Frederick symbolizes the fascist Germans and Hitler in particular. Pinner cat and a greedy and self-serving farm cat. She is only interested in participating in a rebellion when there is no cost or danger to do so, and she is only willing to support animalism when it might help her. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ മോളിയാണ്, എ വെയിൻ വൈറ്റ് ഹോഴ്സ് ഹു പ്രയർ ടു ദ റെബലിയൻ പുൾസ് മിസ്റ്റർ ജോൺസ് കാർട്ട്. ഷീ ലവ്സ് ഷുഗർ and wearing pretty ribbons in her mane, and she never cares much for the revolution. She abandons Animal Farm and enters into service for another human only a few months after the rebellion. Molly symbolizes the selfish and materialistic middle class. Actually, Molly's character important ആവുന്ന, she fled from the farm. She actually doesn't support with the revolution. She was a cart horse of Mr. Jones. പിന്നെ മോളി അവിടുന്ന് ഡിസപ്പിയർ ചെയ്യുകയാണ്, വേറൊരു ഫാമിൽ പോയിട്ട് മോളി വർക്ക് ചെയ്യണം. അതായത് റവല്യൂഷനിൽ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാത്ത ഒരു ക്യാരക്ടറാണ് ശരിക്കും മോളി. ഷീ ഈസ് വെരി സെൽഫിഷ് ആൻഡ് ഷീ ഡസൻറ്റ് സപ്പോർട്ട് ആനിമലിസം. പിന്നെ ഉള്ള ഷീപ്പുണ്ട്, ഹെന്നുണ്ട്, ഡോഗ് ഉണ്ട്, മ്യൂറിയൽ ഉണ്ട്. ഷീപ്പ് നമുക്കറിയാം, സം ഓഫ് ദ ലീസ്റ്റ് ഇന്റലിജന്റ് ആനിമൽസ് ഓൺ ആനിമൽ ഫാം ആണ് ഷീപ്പ്. ദേ നെവർ ബിക്കം ഫുള്ളി ലിറ്ററേറ്റ്, ദേ കനോട്ട് റീഡ് ആൻഡ് റൈറ്റ്, കനോട്ട് റിമെമ്പർ ദ 7 commandments, ബട്ട് സ്നോബോൾ ടീച്ചസ് ദം ദ മാക്സിം. സോ ഷീപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇന്റലിജന്റ് അല്ല, തീരെ ഇന്റലിജന്റ് അല്ലാത്ത ക്യാരക്ടേഴ്സ് ആയിട്ട് കാണിക്കുന്ന ഷീപ്പിനെയാണ്. അതുകൊണ്ട് തന്നെ സ്നോബോൾ അവരെ ടീച്ച് ചെയ്യുന്ന ഒരു സ്ലോഗൻ ഉണ്ട്, 4 legs good 2 legs bad. ഇത് എപ്പോഴും ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷീപ്സ് ആണ്, വിച്ച് ദേ ലവ് ആൻഡ് blood at all time. They are receptive to the propaganda and follow orders without questioning. അതായത് ഭയങ്കര സബ്സർവിയന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ഷീപ്പ്. Sheep represents the duped citizens of totalitarian state. Hence, unintelligent laying hens on Animal Farm. They are initially fully behind the rebellion and the idea of Animal Farm, but because somewhat disillusioned and terrified when Napoleon insists that they must surrender their eggs. The hens' rebellion is unsuccessful and 9 die over the course of their 5 days' resistance. The hens correspond to Ukrainian peasants who attempted to resist Stalin's 5-year plan and died. So hen actually represents one among the most unintelligent group of animals. അവർ മെയിനായിട്ട് ഇവൻഫുൾ ആവുന്നത് ശരിക്കും അവരുടെ റെബലിയനാണ്. ദേ റെബൽ അഗെയിൻസ്റ്റ് നെപ്പോളിയൻ ബിക്കോസ് നെപ്പോളിയൻ ആസ്ക്ഡ് ദം ടു ഗീവ് ദെയർ എഗ്സ് ഫോർ ട്രേഡ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. പിന്നെ അടുത്ത ഡോഗ്സ് ആണ്. ഡോഗ്സ് ശരിക്കും ജെസ്സി, ബ്ലൂബെൽ, പിഞ്ചർ ആൻഡ് ദി 9 attack dogs provides a pig with. അത് ശരിക്കും നെപ്പോളിയൻ്റെ അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഗാർഡിനെയാണ് സൂചിപ്പിക്കുന്നത്, സോവിയറ്റ് അല്ലെങ്കിൽ സോവിയറ്റ് സീക്രട്ട് പോലീസ്.
Mural. The white goat, one of the few animals who become fully literate. White mural doesn't correspond to any one person. She can be seen as a representation of educated individuals who are able to interpret what is going on, but does not have the charisma or power to speak their minds. So Muriel is the one, goat ആണ്, he is the one who gets fully literate. അതുപോലെ തന്നെ Muriel understands everything, but she doesn't respond. She doesn't have that charisma to respond. അടുത്തത് മോസസ് ആണ്. മോസസ് എ ടവൺ എ റാവൻ ആണ് ആൻഡ് മിസ്റ്റർ ജോൺ സ്പെഷ്യൽ പെറ്റ് ആണ്. ദ ആനിമൽ ഡിസ്ലൈക്സ് ഹിം ബിക്കോസ് ഹി ഡസൻ വർക്ക്, but many of them do believe his stories about Sugar Candy Mountain, a wonderful place where animals go when they die. So the story of Sugar Candy Mountain പറയുന്നത് മോസസ് ആണ്, അത് ഓർത്ത് വെച്ചോളുക. മോസസ് റെപ്രസെൻറ്റ്സ് ഓർഗനൈസ്ഡ് റിലീജിയൻ ആൻഡ് സ്പെസിഫിക്കലി ദ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ക്യാരക്ടർ റെപ്രസെൻറ്റ്സ് ദ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് റിലീജിയൻ? ദാറ്റ് ഈസ് മോസസ്. മോസസ് ടെൽ സ്റ്റോറീസ് ആൻഡ് മോസസ് ഈസ് എ പെറ്റ് ഓഫ് ജോൺ, Mr. John, the previous owner of Manor Farm. Mr. Wimfer, the solicitor whom Napoleon hires to represent Animal Farm to the outside world. Wimfer represents the capitalist who got rich doing business with the USSR. Minimus, a pig who writes propaganda poems and songs praising Napoleon and Animal Farm. So Minimus is a poet. Who is the poet in the original? Minimus is a poet. He writes a propaganda song for Animal Farm and Napoleon. He is the one who changes. Beast of England എന്ന് പറയുന്ന സോങ്ങിന് പകരം സോങ് എഴുതുന്നത് മിനിമസ് ആണ്. മിനിമസ് റെപ്രസെൻറ്റ്സ് ദ ടേക്ക് ഓവർ ഓഫ് ആർട്ട് ബൈ പ്രൊപ്പഗാൻഡ ഇൻ എ ടോട്ടാലിറ്റേറിയൻ സ്റ്റേറ്റ് ദാറ്റ് എയിംസ് ടു കൺട്രോൾ വാട്ട് ഇറ്റ്സ് സിറ്റിസൻസ് തിങ്ക്. ഇനി മേജർ തീംസിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് ടോട്ടാലിറ്റേറിയനിസം. നമ്മൾ ഈ ക്യാരക്ടറൈസേഷനിലും തീമിലും എല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടോട്ടാലിറ്റേറിയനിസം. ടോട്ടാലിറ്റേറിയനിസം ഈസ് എ ഫോം ഓഫ് ഗവൺമെന്റ് ഇൻ വിച്ച് ദ സ്റ്റേറ്റ് സീക്സ് ടു കൺട്രോൾ എവറി ഫേസറ്റ്സ് ഓഫ് ലൈഫ് ഫ്രം ഇക്കണോമിക്, പൊളിറ്റിക്കൽ ടു ഈച്ച് ഇൻഡിവിജ്വൽസ് ഐഡിയ ആൻഡ് ബിലീഫ്. ദോസ് ഇൻ പവർ care only about maintaining their power by any means necessary, while Animal Farm is most directly a pointed criticism of USSR. Squealer, the manipulator, and the pig, Minimus is the propagandist here. So basically ഈ നോവല് പറയുന്നത് എല്ലാം ടോട്ടാലിറ്റേറിയനെതിരെയാണ്. ശരിക്കും ജോർജ് ഓവൽ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട്. അതായത് വാട്ട് എവർ ഈസ് റിട്ടൺ ബിറ്റ്വീൻ എനിക്ക് 1930 and 1970 ഈസ് ഓൾ അഗെയിൻസ്റ്റ് ടോട്ടാലിറ്റേറിയനിസം. ആ സമയത്ത് എഴുതിയ മിക്ക നോവലുകളുടെയും മേജർ തീം എന്ന് പറയുന്നത് ടോട്ടാലിറ്റേറിയനിസത്തിനെ ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ക്രിറ്റിസിസം ആയിരുന്നു എന്ന് പറയും. സോ ഈ നോവൽ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്, ഒരു ഡെമോക്രസി, ഒരു റാഡിക്കൽ ഡെമോക്രസി that was fulfilled by a great vision becomes or turned into a totalitarianism, അല്ലെങ്കിൽ ഫൈനലി ഡെവലപ്സ് ഇൻ ടു എ ടോട്ടാലിറ്റേറിയനിസം. മറ്റ് അതിന് എക്സാമ്പിൾ കുറെ ടൈറനി, ജോൺസ് ആണ് ടൈറനിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. റാഡിക്കൽ ഡെമോക്രസിയെ ആനിമലിസം എന്ന് പറയുന്ന ഫിലോസഫി റെപ്രസെന്റ് ചെയ്യുന്നു. ഒളിഗാർക്കിയെ പിഗ്സ് ടേക്ക് ചാർജ് ചെയ്യുന്നതിന് ഒളിഗാർക്കിക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അതൊരു കാറ്റഗറി ഓഫ് പീപ്പിൾ തന്നെ ഭരിക്കുന്നതിനെയാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. സോ മൊണാർക്കി, നെപ്പോളിയൻ ടേക്സ് ദ ചാർജ്. നെപ്പോളിയൻ ഫൈനലി സ്നോബോളിനെ പുറത്താക്കി ഫുൾ അധികാരം ഏറ്റെടുക്കുന്നതിന് നമുക്ക് മൊണാർക്കിയുടെ എക്സാമ്പിൾ ആയിട്ട് പറയാം. അതുപോലെ ടെറനിയുടെ എക്സാമ്പിൾ നെപ്പോളിയൻ ആൻഡ് ഹിസ് ഷോക്ക് ട്രൂപ്സ്, അതിനെ നമുക്ക് ടിറാനിയുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. Coming to the next theme, that is revolution and corruption. The uprising in Animal Farm develops out of a hope for a better future in which farm animals can enjoy the fruit of their labor without overbearing rule of humans. അതായത് റെവല്യൂഷൻ ഇറ്റ്സ് എ ബിഗ്ഗർ സ്ട്രീം ദാറ്റ് ഈസ് പ്രസന്റഡ് ഹിയർ. പക്ഷേ ദാറ്റ് ഗെറ്റ് കറപ്റ്റഡ് ബൈ ദി എൻഡ് ഓഫ് ദി നോവൽ, അല്ലെങ്കിൽ ബൈ ദി എൻഡ് അല്ല, ദ ബിഗിനിങ് മിഡിൽ ഓഫ് ദി നോവൽ ഇറ്റ് സെൽഫ് ദാറ്റ് നോബിൾ കോസ് ഓഫ് റെവല്യൂഷൻ ഈസ് ഗെറ്റിംഗ് കറപ്റ്റഡ്. അതെങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ നോവലിൽ പറയുന്നത്. ഒരു റെവല്യൂഷൻ എങ്ങനെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഉള്ളൊരു ഡയറക്ഷനിലേക്ക് പോകുന്നത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പർപ്പസിനെ സെർവ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത് നമുക്ക് 7 കമാൻഡ്മെന്റ്സിൽ ഉണ്ടാവുന്ന ചേഞ്ച്, അല്ലെങ്കിൽ സ്നോബോളിനെ പുറത്താക്കുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ഒരു റെവല്യൂഷൻ അതിന്റെ ട്രൂ കോസിൽ നിന്നും സ്കിപ്പ് ചെയ്ത് അല്ലെങ്കിൽ ചേഞ്ച് ആയി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നത്. ലാംഗ്വേജ് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ് ഈ വർക്കിലെ. നമുക്കറിയാം ലിറ്ററേറ്റ് ആവാൻ ശ്രമിക്കുന്ന ആനിമൽസിനെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ 7 കമാൻഡ്മെന്റ്സ് ആവട്ടെ, സോങ് ആവട്ടെ, എല്ലാം ലാംഗ്വേജ് ആണ്, ലിറ്റററി ആണ്. സോ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പിഗ്സ് ആർ ദ കാറ്റഗറി, അല്ലെങ്കിൽ ബോസ് ആർ ദ കാറ്റഗറി വിച്ച് ആക്ച്വലി ആർ മോർ ഇന്റലിജന്റ് ആൻഡ് ദേ നോ ദ ലാംഗ്വേജ്. ദേ ആർ ഓൾസോ ദ മേജർ ഒറേറ്റേഴ്സ്. സോ ലാംഗ്വേജിനെ ഏറ്റവും നന്നായിട്ട്
ഉപയോഗിക്കാൻ അറിയുന്ന ആളുകളാണ് ഇവിടെ റൂളേഴ്സ് ആയിട്ട് വരുന്നത്, ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ഏറ്റവും അൺഇന്റലിജന്റ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ഒന്നിനും ലാംഗ്വേജ് പഠിക്കാനുള്ള കഴിവില്ലാത്ത ആളുകളായിട്ടാണ് ഇതിൽ ചിത്രീകരിക്കുന്നത്. അതായത് ലാംഗ്വേജിനെ ഒരു മേജർ സെൻട്രിക് ഫിഗർ ഓഫ് പവർ ആയിട്ട് ഈ നോവൽ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെയാണ് മേജർ തീംസ്. സിമ്പിൾസിലേക്ക് പോവുകയാണെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ നെയിംസ് എല്ലാം സിമ്പിൾസ് ആണ്. എല്ലാ ക്യാരക്ടർ മിസ്റ്റർ ജോൺസ് സ്റ്റാൻഡ്സ് ഫോർ സാർ, ഓൾഡ് മേജർ കാൾ മാക്സ്, വ്ളാഡിമർ ലെനിൻ, നെപ്പോളിയൻ സ്റ്റാലിൻ, സ്നോബോൾ ട്രോട്സ്കി, സ്പീലർ ദ പ്രസ്, ദ ഡോഗ്സ്, സീക്രട്ട് പോലീസ്, മോസസ് ദ റേവൻ, ഓർഗനൈസ്ഡ് റിലീജിയൻ. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും അലഗറിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. ദ വിൻഡ് മില്ല് മറ്റൊരു മേജർ ആയിട്ടുള്ള സിമ്പിളാണ്. ശരിക്കും വിൻഡ് മില്ല് റെപ്രസെന്റ് ചെയ്യുന്നത് അവിടുത്തെ ഇക്കണോമിക് റവല്യൂഷനാണ്, പ്രത്യേകിച്ചും സ്റ്റാലിന്റെ 5 ഇയർ പ്ലാൻസിനെയാണ്. സോ അതിനെയാണ് വിൻഡ് മില്ല് എന്ന് പറയുന്ന കോൺസെപ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു നോവലിന്റെ മേജർ ആയിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു സറ്റയർ ആണ്, അതുപോലെ തന്നെ ഇത് അലഗറിക്കൽ നോവലാണ്. ഇത് മുമ്പോട്ട് വയ്ക്കുന്ന ആശയം ഒരു ഉട്ടോപ്യൻ ആശയമാണ്. അത് ഉട്ടോപ്പിയയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു നോവൽ, ഉട്ടോപ്യൻ ഐഡിയലിസത്തെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു നോവലൂടെയാണ്. സറ്റയർ എന്ന രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്റൻഷണൽ ഡീഗ്രേഡിംഗ് ഓഫ് സബ്ജക്ട് ഓർ സബ്ജക്ട് ഫോർ എ കോമിക് ഓർ ഡ്രാമാറ്റിക് ഇഫക്ട്, യൂസസ് laughter as a weapon. Animal Farm is both an allegory and a satire. It is a allegorical retelling of the Russian Revolution and the rise of Joseph Stalin. It is a satire on communism and human nature. Allegorically, the characters are all allegorical characters. Setting events make sense of the literal level but are designed to represent other characters, settings and events. There is a story within other meanings underneath the surface story. Example, Pilgrim's Progress. Pilgrim's Progress പോലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലേപോലെ തന്നെയാണ് ഇതിന് എവിഡൻസ് സ്റ്റോറി അല്ലെങ്കിൽ കവേർട്ട് ആയിട്ടുള്ള സ്റ്റോറി അല്ല, മറിച്ച് ഈ സ്റ്റോറിക്കുള്ളിൽ വേറൊരു സ്റ്റോറി ഉണ്ട്. അതായത് ഒരു ഇന്റൻഷണൽ സ്റ്റോറി ഉണ്ട്, ഒരു ഇംപ്ലൈഡ് സ്റ്റോറി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അലഗറി എന്ന് പറയുന്നത്. സോ ഉട്ടോപ്പിയ, നമുക്കറിയാം റവല്യൂഷൻ ഒരു ഉട്ടോപ്പിയ ആണെന്ന രീതിയിലാണ് ഈ നോവൽ അവതരിപ്പിക്കുന്നത്. അല്ലെ, റഷ്യൻ റവല്യൂഷൻ അതിന്റെ പുറകിലുള്ള ആശയങ്ങൾ ഒരു ഉട്ടോപ്യൻ ആശയങ്ങളായിരുന്നു. സോ വാട്ട് ദേ ആക്ച്വലി ട്രൈ ടു എസ്റ്റാബ്ലിഷ് ആസ് എ സ്റ്റേറ്റ് വാസ് ആൻ ഉട്ടോപ്യൻ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ് ഫൈനലി ഡിഡ് നോട്ട് ഫുൾഫിൽ. സോ അതാണ് ഉട്ടോപ്പിയ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഈ 3 കാര്യങ്ങൾ ഈ നോവലിന്റെ മേജർ ഫീച്ചേഴ്സ് ആണ്: സറ്റയർ, അലഗറി ആൻഡ് ഉട്ടോപ്പിയ. ഇനി ഞാൻ ഇതിൽ കുറച്ച് റാൻഡം ആയിട്ടുള്ള കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ കോഡ്സ് നിങ്ങളൊന്ന് ഫെമിലറൈസ് ചെയ്ത് വെക്കുക. ഇൻ കേസ് ഇഫ് ദർ ആർ സം ക്വസ്റ്റ്യൻസ് ബീങ് ആസ്ക്ഡ് ഫ്രം ദിസ് ഓർ റിലേറ്റഡ് ടു ദിസ് കോഡ്സ്, you should be able to answer. Why then do we continue in this miserable condition? Because nearly the whole of the produce of our labor is stolen from us by human beings. Man is the only real enemy we have. Remove man from the scene and the root cause of hunger and overwork is abolished forever. Man is the only creature that consumes without producing. ഓൾഡ് മേജറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. I will work harder എന്ന് പറയുന്നത് ബോക്സറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ് എന്ന് പറയുന്നത് ബോക്സറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. വി പിഗ്സ് ആർ ബ്രെയിൻ വർക്കേഴ്സ് എന്ന് പറയുന്നത് സ്പീലറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. സ്പീലർ ജസ്റ്റിഫൈ ചെയ്യുന്നതാണ്. അതായത് പിഗ്സ് മിൽക്ക് കുടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ സ്പീലർ പറയുന്ന കാര്യമാണ് വി പിഗ്സ് ആർ ബ്രെയിൻ വർക്കേഴ്സ്, സോ വി ഡിമാൻഡ് മോർ ഫുഡ്, അല്ലെങ്കിൽ വി ഡിസേർവ് മോർ, വി ഡിമാൻഡ് മോർ ഷെയർ. 4 legs good 2 legs bad എന്ന് പറയുന്ന ഷീപ്പ് പറയുന്ന ഡയലോഗാണ്. സ്നോബോള് ഷീപ്സിനെ പഠിപ്പിക്കുന്ന ഡയലോഗാണ്. കാരണം ഷീപ്സ് ആർ ദ മോസ്റ്റ് അൺഇന്റലിജന്റ് ആനിമൽസ്, സോ ദേ കനോട്ട് ലേൺ ദ ലെറ്റേഴ്സ്. സോ Snowball actually offers them a kind of a chant, so they are chanting it always. Animal fam, never thought me shall thou come to harm. മിനിമസിന്റെ പോയത്തിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണത്. സോ ഇത് കുറച്ച് റാൻഡം ആയിട്ടുള്ള കോട്ട്സ് ആണ്. അതോടുകൂടി ഈ നോവൽ അവസാനിക്കുവാണ്. നിങ്ങൾ